ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. സവാള നീളത്തിനും വട്ടത്തിനും ഒക്കെ അരിയാൻ പറ്റും, കുഴപ്പമില്ല. സവാള ഞാൻ ചെറിയ സൈസ് ആയതുകൊണ്ട് 2 ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഞാൻ 1 ക്യാപ്സിക്കം എടുത്തു, കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ക്യാപ്സിക്കമാണ്. ഇനി വേണ്ടത് അടുത്ത് തക്കാളിയാണ്. തക്കാളി ഞാൻ 2 വലിയ സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. നല്ല നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കുറച്ച് നൈസായിട്ട് അരിയാൻ ശ്രമിക്കണം കേട്ടോ, ഈ ഒരു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് ക്യാരറ്റൊക്കെ ചേർക്കാം, ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി അടുത്ത് നമ്മൾ ചേർക്കാനുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ്. അതൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർത്തേക്കുന്നത്. നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മയോണൈസാണ്. നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗാണ്. എഗ്ഗ് വൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, മഞ്ഞ എടുക്കാറില്ല കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമ്മുടെ വെജിറ്റബിളിനകത്തിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്യാം. ബ്രെഡ് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം നെയ്യ് ചേർക്കുക. നെയ്യ്ക്ക് പകരം ബട്ടർ ചേർക്കാം. ബട്ടർ ആയാലും നെയ്യായാലും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഭയങ്കരമായിട്ട് ഓവർ കട്ടിക്ക് മൂപ്പിക്കണ്ട, നൈസായിട്ടൊന്ന് മൂത്താൽ മാത്രം മതി. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഇനി നമുക്ക് ബ്രെഡിലോട്ട് ഫില്ല് ചെയ്യാം. ഇതുപോലൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ ഫില്ലിങ് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർക്കുക. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബ്രെഡ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് തേക്കുക. പിന്നെ ബാക്കി കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ ആ ഫില്ലിങ്ങിൻ്റെ മണ്ടയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് ഒട്ടിക്കുക. ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, എളുപ്പം പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.